Students, welcome back to my class. So in this class we were going to discuss about cloning vectors. Okay, so what do you mean by cloning vectors? A vector means it is a DNA molecule that has the ability to replicate in an appropriate host cell and into which the DNA fragment to be cloned called DNA insert is integrated for cloning. Okay, ഒരു വെക്റ്റർ ഡി എൻ എ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിന് എന്തിനുള്ള എബിലിറ്റി വേണം? റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു അപ്രോപ്രിയേറ്റ് ഹോസ്റ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. അതുപോലെ തന്നെ അപ്പോൾ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെക്റ്റർ ഡി എൻ എയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്ലോൺ ചെയ്യാനുള്ള ഡി എൻ എ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെക്റ്റർ ഡി എൻ എ പറയുമ്പോൾ അതിന് എന്ത് വേണം, അതിന് അപ്രോപ്രിയേറ്റ് ഹോസ്റ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. അതുപോലെ തന്നെ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് നമുക്ക് ക്ലോൺ ചെയ്യാൻ ആവശ്യമുള്ള ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ഡി എൻ എ ഇൻസേർട്ടിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ക്ലോണിങ് വെക്റ്ററിലേക്കാണ്. സോ therefore a vector must have an origin of replication that functions in the host cell. അപ്പോൾ അതിന് എന്ത് വേണം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി സൈറ്റ് വേണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റെപ്ലിക്കേഷൻ ഇൻ ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിൽ അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറിജിനൽ റെപ്ലിക്കേഷൻ ഈ വെക്റ്ററിൽ വേണം. എനി എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ ജീനോം, എക്സാമ്പിൾ പ്ലാസ്മിഡ്, ഫേജ് ആൻഡ് വൈറസ് മേ ബി യൂസ്ഡ് ആസ് വെക്റ്റർ. നമുക്ക് ഫേജോ അല്ലെങ്കിൽ പ്ലാസ്മിഡോ വൈറസോ ഒക്കെ നമുക്ക് വെക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം. വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് എന്ത് പറയാം അതിനെ, ദേ ആർ ക്ലോണിങ് വെഹിക്കിൾസ്. ഓക്കെ, അവർ നമുക്ക് ക്ലോണിങ് വെഹിക്കിൾസ് എന്ന് വിളിക്കാം. ആൻഡ് ഓൾസോ ദേ ആർ യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫോറിൻ ഡി എൻ എ ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഒരു ഫോറിൻ ഡി എൻ എനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലോണിങ് വെക്റ്റേഴ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു അസുഖം വരികയാണെങ്കിൽ എന്ത് ചെയ്യും, മൊസ്കിറ്റോ ആണ് പരത്തുന്നത്, ആ അസുഖം ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് പറയാറുണ്ട്, ഹ്യൂമണിക്ക് മൊസ്കിറ്റോ വഴി പോവുകയാണെങ്കിൽ മൊസ്കിറ്റോ അവിടെ എന്താണ് വെക്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് പറയും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡി എൻ എ മോളിക്യൂളിൽ നമുക്കൊരു ഡി എൻ എ ഫ്രാഗ്മെൻറ്റിന് നമുക്ക് ക്ലോൺ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, വെക്റ്ററിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യിക്കും. എന്നിട്ട് ആ വെക്റ്റർ എന്ത് ചെയ്യും, ഹോസ്റ്റ് സെല്ലിൽ കൊടുക്കും. അങ്ങനെ അവിടെ വെച്ചിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിന് എന്ത് വേണം, റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഒരു ഒറിജിനൽ റെപ്ലിക്കേഷൻ അതിലുണ്ടായിരിക്കും. ഏതൊരു എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ ജീനോമിനെയും ഫേജ്, പ്ലാസ്മിഡ്, വൈറസിനൊക്കെ വെക്റ്ററായിട്ട് യൂസ് ചെയ്യാം. അതിനെ ക്ലോണിങ് വെഹിക്കിൾസ് എന്ന് പറയാറുണ്ട്. ആൻഡ് ദേ ആർ യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫോറിൻ ഡി എൻ എ ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. ഓക്കെ, ഹോസ്റ്റ് സെല്ലിലേക്ക് ഫോറിൻ ഡി എൻ എനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ക്ലോണിങ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോണിങ് വെക്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വെക്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് വെക്റ്റർ? ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ് ഓട്ടോണോമസ്ലി. അതിന് ഓട്ടോണോമസ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. വെൻ ഒബ്ജക്റ്റീവ് ഓഫ് ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ, ക്ലോണിങ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ഡി എൻ എ ഇൻസേർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലോണിങ്ങിൻ്റെ ഒരുപാട് കോപ്പീസ് ഓഫ് ഡി എൻ എ ഇൻസേർട്ട് ഉണ്ടാക്കണം. അപ്പോൾ വെക്റ്റർ എന്താണ്, വെക്റ്റർ റെപ്ലിക്കോൺ മസ്റ്റ് ബി അണ്ടർ റിലാക്സ്ഡ് കൺട്രോൾ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ജനറേറ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ് ഇൻ എ സിംഗിൾ ഹോസ്റ്റ് സെൽ. അപ്പോൾ ഈ വെക്റ്ററിന് എന്തിനുള്ള എബിലിറ്റി വേണം, ഒരു സിംഗിൾ ഹോസ്റ്റ് സെല്ലിൽ ഒരുപാട് കോപ്പീസ് ഓഫ് ഡി എൻ എ ഇൻസേർട്ട് ഉണ്ടാക്കാനുള്ള എബിലിറ്റി വേണം. അതായത് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ, ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം ഒരു ക്ലോണിങ് വെക്റ്ററിന്. സോ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ഓട്ടോണോമസ്ലി. സെക്കൻഡ്, ഇറ്റ് ഷുഡ് ബി ഈസി ടു ഐസൊലേറ്റ് ആൻഡ് പ്യൂരിഫൈ. ഈ വെക്റ്ററിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്യൂരിഫൈ ചെയ്യാനും ഈസി ആയിരിക്കണം. സോ അതിനെ ഐസൊലേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഈസി ആയിരിക്കണം. അത് സെക്കൻഡ് പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഈസിലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. നമുക്കത് എന്താണ്, പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹോസ്റ്റ് ഇൻ ദ വെക്റ്റർ ഷുഡ് ബി ഈസി. അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹോസ്റ്റ്, വെക്റ്ററിനെ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമല്ലോ ഹോസ്റ്റിനെ, അത് ഈസി ആയിരിക്കണം. ഓക്കെ, ഹോസ്റ്റലിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദ വെക്റ്റർ ഷുഡ് ഹാവ് സ്യൂട്ടബിൾ മാർക്കർ ജീൻസ് ദാറ്റ് അലോ ഈസി ഡിറ്റക്ഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫോംഡ് ഹോസ്റ്റ് സെൽ. അപ്പോൾ നമ്മൾ ഒരു മീഡിയത്തിൽ എന്താണ്, ഹോസ്റ്റ് സെല്ല് ട്രാൻസ്ഫോം ചെയ്ത ഹോസ്റ്റ് സെല്ലും അതുപോലെ തന്നെ ചെയ്യാത്തതുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിൽ ഏതാണ് ട്രാൻസ്ഫോംഡ് ഹോസ്റ്റ് സെല്ല് മനസ്സിലാക്കണമെങ്കിൽ ഈ വെക്റ്ററിനെ പെട്ടെന്ന് അതിൽ മനസ്സിലാക്കണം. അതിൽ വെക്റ്റർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ സ്പെഷ്യലായിട്ട് എന്ത് വേണം, വെക്റ്ററിൽ മാർക്കർ ജീൻസ് വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, ഇതിൽ മാർക്കർ ഉണ്ടെന്ന് വെക്റ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിലെന്ത് വേണം, ഈസി ഡിറ്റക്ഷനും സെലക്ഷനും വേണ്ടിയിട്ട് അതിൽ മാർക്കർ ജീൻസ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കർ ജീൻസ് വേണം. എക്സാമ്പിൾ, റെസിസ്റ്റൻസ് ടു സർട്ടൻ ആൻറ്റിബയോട്ടിക്സ്. ചില ആൻറ്റിബയോട്ടിക്സിനൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ യൂസ് ചെയ്യുന്നൊരു മാർക്കറാണത്.
പിന്നെ വെൻ ദ ഒബ്ജക്റ്റീവ് ഈസ് ജീൻ ട്രാൻസ്ഫർ ഇറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ഇൻറ്റഗ്രേറ്റ് ഐദർ ഇറ്റ് സെൽഫ് ഓർ DNA ഇൻസേർട്ട് ഇറ്റ് ക്യാരീസ് ഇൻ ടു ദ ജീനോം ഓഫ് ദ ഹോസ്റ്റ് സെൽ. അപ്പോൾ ജീൻ ട്രാൻസ്ഫർ ആണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തിനുള്ള എബിലിറ്റി വേണം? ഇറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ഇൻറ്റഗ്രേറ്റ് ഐദർ ഇറ്റ് സെൽഫ്, അതിനെ സ്വന്തമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ DNA ഇൻസേർട്ടിനെ, അത് ക്യാരി ചെയ്യുന്ന DNA ഇൻസേർട്ടിനെ ആ ഹോസ്റ്റ് സെല്ലിൻ്റെ ജീനോമിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി അതിനുണ്ടായിരിക്കണം. അതാണ് വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ദ റീകോമിനൻറ്റ് വെക്ടർ ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ഓർ സെലക്റ്റബിൾ ഫ്രം ദോസ് ട്രാൻസ്ഫോംഡ് ബൈ ദ വെക്ടർ മോളിക്യൂൾസ് ഓൺലി. ഈ റീകോമിനൻറ്റ് വെക്ടറിനെ ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് അല്ലെങ്കിൽ സെലക്റ്റബിൾ ഫ്രം ദോസ് ട്രാൻസ്ഫോം ബൈ ദ വെക്ടർ മോളിക്യൂൾസ് ഓൺലി. ഓക്കെ, വെക്ടർ മോളിക്യൂൾസ് ട്രാൻസ്ഫോം ചെയ്തതിന് മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ എ വെക്ടർ ഷുഡ് കണ്ടെയ്ൻ യുണീക് ടാർഗറ്റ് സൈറ്റ്സ് ഫോർ ആസ് മെനി റെസ്ട്രിക്ഷൻ എൻസൈംസ് ആസ് പോസിബിൾ ഇൻ ടു വിച്ച് ദ DNA ഇൻസേർട്ട് ക്യാൻ ബി ഇൻറ്റഗ്രേറ്റഡ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ആൻ എസെൻഷ്യൽ ഫംഗ്ഷൻ. അതിൽ ഈ വെക്ടറിൽ എപ്പോഴും യുണീക്കായുള്ള ടാർഗറ്റ് സൈറ്റ്സ് വേണം. ഒരുപാട് റെസ്ട്രിക്ഷൻ എൻസൈംസിന് ആവശ്യമായിട്ടുള്ള ടാർഗറ്റ് സൈറ്റ്സ് ഈ വെക്ടറിൽ വേണം. അപ്പോൾ നമുക്ക് ഏത് DNA ഇൻസേർട്ട് വേണമെങ്കിലും അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം വിത്തൗട്ട് ഡിസ്റ്റർബിങ് എസെൻഷ്യൽ ഫംഗ്ഷൻ ഡിസ്റ്റർബ് നശിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു DNA ഇൻസേർട്ടിനെ നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വേണം, ഒരുപാട് യുണീക്കായ ടാർഗറ്റ് സൈറ്റ്സ് വേണം. പിന്നെ വെൻ എക്സ്പ്രഷൻ ഓഫ് DNA ഇൻസേർട്ട് ഈസ് ഡിസൈഡ്, DNA ഇൻസേർട്ടിൻ്റെ എക്സ്പ്രഷൻ ഡിസൈഡ് ആണെങ്കിൽ വെക്ടറിൽ എന്ത് വേണം, അറ്റ്ലീസ്റ്റ് സ്യൂട്ടബിൾ കൺട്രോൾ എലമെൻറ്റ്സ് വേണം. അതായത് പ്രൊമോട്ടർ, ഓപ്പറേറ്റർ, റൈബോസോം ബൈൻഡിങ് സൈറ്റ്സ്, അങ്ങനെയുള്ള വെക്ടർ അതിൽ സ്യൂട്ടബിൾ ആയുള്ള കൺട്രോൾ എലമെൻറ്റ്സ് കൂടി ഈ വെക്ടറിൽ വേണം. നമ്മൾ പറഞ്ഞത് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം, ഐസൊലേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഈസി ആയിരിക്കണം, ഹോസ്റ്റ് സെല്ലിലേക്ക് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, അതിൽ മാർക്കർ ജീൻസ് വേണം, ഒബ്ജക്റ്റീവ് ജീൻ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. പിന്നെ യുണീക്ക് ടാർഗറ്റ് സൈറ്റ്സ് വേണം. അതുപോലെ തന്നെ DNA ഇൻസേർട്ട് അതിൻ്റെ എക്സ്പ്രഷൻ ഡിസൈഡ് ആയതുകൊണ്ട് തന്നെ കൺട്രോൾ എലമെൻറ്റ്സ് വേണം. അത്രയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ ഓരോ വെക്ടേഴ്സിനായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പ്ലാസ്മിഡ് വെക്ടേഴ്സ്. ഓക്കെ, എന്താണ് പ്ലാസ്മിഡ് വെക്ടേഴ്സ്? നമുക്ക് ഒരുപാട് വെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നോക്കുന്നത് പ്ലാസ്മിഡ് വെക്ടറാണ്. സോ വാട്ട് ആർ പ്ലാസ്മിഡ്സ്? Plasmids means they are self-replicating, double-stranded, circular DNA molecules that are maintained in bacteria as independent extra-chromosomal entities. Plasmid എന്ന് പറഞ്ഞാൽ സെൽഫ്-റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA, സർക്കുലർ DNA മോളിക്യൂൾസ് ആണ്. അതെന്ത് ചെയ്യുന്നു? അത് എക്സ്ട്രാ ക്രോമസോമൽ എൻറ്റിറ്റി ആയിട്ട് ഒരുപാട് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ കാണുന്നതാണ്. ബാക്ടീരിയയിൽ കാണുന്നതാണ്. പ്ലാസ്മിഡ്സ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA മോളിക്യൂൾസ് ആണ്. അത് ബാക്ടീരിയയിലാണ് കാണുന്നത്. എക്സ്ട്രാ ക്രോമസോമൽ എൻറ്റിറ്റീസ് ആയിട്ടാണ് ചെയ്യാറ് സെല്ലിൽ. ഓക്കെ, ബട്ട് സംടൈംസ് അത് എന്ത് ചെയ്യാറുണ്ട്, യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലും കാണാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സക്കാറോമൈസസ് സർവേസിയെ ഈസ്റ്റിൽ എന്ത് കാണാറുണ്ട്, 2 മൈക്രോമീറ്റർ ഉള്ള പ്ലാസ്മിഡ് കാണുന്നുണ്ട് ഈസ്റ്റിൽ. ഓക്കെ, അപ്പം ബേസിക്കലി ഇത് കാണുന്ന ബാക്ടീരിയയിലാണ്, ചില യൂക്കാരിയോട്സിലും കാണുന്നുണ്ട്. സം പ്ലാസ്മിഡ്സ് ക്യാരി ഇൻഫർമേഷൻ ഫോർ ദെയർ ഓൺ ട്രാൻസ്ഫർ ഫ്രം വൺ സെൽ ടു അനദർ. ചിലത് എന്ത് ചെയ്യുന്നു, അവരുടെ തന്നെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. ദേ ആർ കാപ്പബിൾ ഓഫ് കോൺജുഗേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ എഫ് പ്ലാസ്മിഡ്സിന് എന്താണ്, ദേ ആർ കാപ്പബിൾ ഓഫ് കോൺജുഗേഷൻ. അതേഴ്സ് എൻകോഡ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ് ആണ് ആർ പ്ലാസ്മിഡ്സ്. റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ് ഉള്ള അതിനെ എൻകോഡ് ചെയ്യുന്ന പ്ലാസ്മിഡ്സ് ആണ് ആർ പ്ലാസ്മിഡ്സ്. Some plasmids carry specific set of genes for utilization of unusual metabolites like toluene or salicylic acid. അൺയൂഷ്വൽ മെറ്റബോളൈറ്റ്സ് ആയുള്ള ടൊളുവിനോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡിനൊക്കെ എന്ത് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്പെസിഫിക് സെറ്റ് ഓഫ് ജീൻസ് ചില പ്ലാസ്മിഡ്സിൽ ഉണ്ടായിരിക്കും. പിന്നെ നാച്ചുറലി ഒക്കറിങ് പ്ലാസ്മിഡ്സ് ആണെങ്കിൽ അവരുടെ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 kb ടു മോർ ദാൻ 500 kb ആയിരിക്കാം. ദേ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ടു ബാക്ടീരിയൽ സെൽ ബൈ പ്രോസസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ പ്രസൻസ് ഓഫ് കാൽസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് നമുക്കൊരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ പറയുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അവിടെ യൂസ് ചെയ്യുന്നത് കാൽസ്യം ക്ലോറൈഡ് സൊല്യൂഷനാണ്. ദെൻ സബ്ജക്റ്റഡ് ടു, അങ്ങനെ കാൽസ്യം ക്ലോറൈഡിനായിട്ട് സൊല്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു ഷോക്ക് കൊടുക്കുക ബൈ റാപ്പിഡ്ലി ഷിഫ്റ്റിംഗ് ടെമ്പറേച്ചർ ഫ്രം 0 degree Celsius to 37 to 43 degree Celsius. ആദ്യം കാൽസ്യം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അതിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം.
അത് അങ്ങനെ നമുക്ക് ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ പ്ലാസ്മിഡിനെ. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ഇലക്ട്രോപോറേഷൻ. ഇൻ ദിസ് സെൽസ് ഇൻക്യുബേറ്റഡ് വിത്ത് ദ പ്ലാസ്മിഡ് DNA ആർ സബ്ജക്റ്റഡ് ടു എ ഹൈ വോൾട്ടേജ് പൾസ്. പ്ലാസ്മിഡ് DNA ഉള്ള സെൽസ് നമ്മൾ എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജ് പൾസ് കൊടുക്കുക. ട്രാൻസിയൻ്റ്ലി റെൻഡേഴ്സ് ദ ബാക്ടീരിയൽ മെംബ്രെയിൻ പെർമിയബിൾ ടു ലാർജ് മോളിക്യൂൾസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലാർജ് മോളിക്യൂൾസിന് പെർമിയബിൾ ആയി മാറും ഈ ബാക്ടീരിയൽ മെംബ്രെയിൻ. ഈച്ച് പ്ലാസ്മിഡ് ഹാസ് എ സീക്വൻസ് ദാറ്റ് ഫങ്ഷൻസ് ആസ് എൻ ഒറിജിൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. എല്ലാ പ്ലാസ്മിഡിലും എന്തുണ്ടായിരിക്കും, ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. അത് എന്താണ്, ഒറിജിൻ ഓഫ് DNA റെപ്ലിക്കേഷനായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. വിത്തൗട്ട് ദിസ് സൈറ്റ് ഇറ്റ് കനോട്ട് റെപ്ലിക്കേറ്റ് ഇൻ എ ഹോസ്റ്റ് സെൽ. അതിന് ആ സൈറ്റ് ഒറിജിനൽ റെപ്ലിക്കേഷൻ സൈറ്റ് ഇല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്റ്റ് സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സം പ്ലാസ്മിഡ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ 10 to 20 കോപ്പീസ് പെർ ഹോസ്റ്റ് സെൽ കോൾഡ് മൾട്ടി കോപ്പി പ്ലാസ്മിഡ്സ്. ചില പ്ലാസ്മിഡ്സ് എന്താണ് 10 to 20 കോപ്പീസ് ഹോസ്റ്റ് സെല്ലിൽ കാണാറുണ്ട്. കോൾഡ് മൾട്ടി കോപ്പി പ്ലാസ്മിഡ്സ്, നമുക്ക് മൾട്ടി കോപ്പി പ്ലാസ്മിഡ്സ് എന്ന് പറയാം. അതേഴ്സ് മെയിൻറ്റെയിൻ 1 per cell. ബാക്കിയൊക്കെ എന്താണ് സിംഗിൾ കോപ്പി പ്ലാസ്മിഡ്സ് എന്ന് പറയും. അത് ഒരു സെല്ലിൽ 1 ആണ് ഉണ്ടായിരിക്കുക. There are also plasmids which are under relaxed replication control, thus permitting their accumulation in very large numbers up to 1000 copies per cell. ചിലത് എന്തുണ്ട് 1000 copies per cell കാണുന്ന പ്ലാസ്മിഡ്സ് ഉണ്ട്. These are the plasmids which are used as cloning vectors due to their increased yield potential. അപ്പോൾ അവർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ കൂടുതലാണ്, yield potential കൂടുതലായതുകൊണ്ട് തന്നെ അവരെയാണ് ക്ലോണിങ് വെക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ എന്താണ് ക്ലോണിങ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് പ്ലാസ്മിഡ് വെക്റ്റേഴ്സ്, പ്ലാസ്മിഡ് വെക്റ്റർ എന്താണെന്ന് അതിൻ്റെ ക്യാരക്ടേഴ്സുമാണ് പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ PBR 322 എന്താണ്, അതുപോലെ PUC 19 ഫേജസ് ഒക്കെ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ എന്നൊക്കെ നോക്കാം. സോ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു.